Hello children. So we are going to the next topic, which is photochemical equivalence. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ആ സ്റ്റാർക്ക് ഐൻസ്റ്റീൻ ലോ ഓഫ് ഫോട്ടോകെമിക്കൽ ഇക്വലൻസ് അവിടെ സ്റ്റാർക്ക് ഐൻസ്റ്റീൻ ലോ ഇതിൻ്റെ ഒന്നുകൂടി ഞാനൊന്ന് അവിടെ സ്റ്റേറ്റ് ചെയ്യാം. അവിടെ അതിൻ്റെ ആ ഒരു മെയിൻ ഉള്ളടക്കം എന്താ വെച്ചാൽ ഒരു ഫോട്ടോകെമിക്കൽ റിയാക്ഷനിൽ each molecule, that is ഓരോ molecule of the reacting substance, okay, ആ റിയാക്റ്റൻറ്റിൻ്റെ ഓരോ molecule will absorb a single photon, okay, of radiation causing the reaction and is activated to form the product. ഇതാണ് നമ്മുടെ photochemical equivalence എന്ന് പറയുന്നത്. ആൻഡ് അതിൽ യു ക്യാൻ സീ ദാറ്റ് ഹിയർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സി എ ഞാൻ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞു. എ, that is the reactant, is absorbing H nu, which is light, and forming the excited A. Okay, so ഒരു molecule is absorbing just exactly one photon, and ഇതാണ് ഈ equivalence. അതായത് ഒരു there is a ratio in which it is 1:1. ആ ഒരു റേഷ്യോയിലെ പോവുള്ളൂ. And it will form A excited, and then this A excited will form the product B. ഈ overall reaction ആണ് A plus H nu giving B എന്ന് ഞാൻ എഴുതിയേക്കണേ. സോ വൺ അത് ഇലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ. ദാറ്റ് ഇസ് ഇൻ ദ ഡയഗ്രാം. ദാറ്റ് ഇസ് ഒരു മോളിക്യൂൾ A absorbs 1 mole of photon, and this 1 mole of photon, I'll later on tell you what that is, and then that is forming the kind of excited state and forming the product B. So നമുക്ക് 1 mole of photon എന്ന് പറയുന്നതാണ് 1 Einstein of energy. Okay, 1 mole of photon is 1 Einstein of energy. Okay, so how do you calculate E? അപ്പോൾ E നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന E is equal to 2.859 divided by lambda into 10 raised to 5 kilocalories per mole. Okay, so this is how it is. Now let me talk about how ഒരു റിയാക്ഷൻ. ഓക്കെ, നൗ ദിസ് ഇസ് വാട്ട് ഇസ് ഫോട്ടോകെമിക്കൽ ഇക്വലൻസ്. ഇനി ഒരു ഫോട്ടോ നമുക്കിപ്പോൾ ലൈക്ക് സപ്പോസ് ഓക്കെ വി ഹാവ് ഒരു ലൈക്ക് നമ്മുടെ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ഈ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇതൊക്കെ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ഇഫ് യു ടേക്ക് എ ടിപ്പിക്കൽ എക്സാമ്പിൾ, hydrogen plus chlorine giving 2HCl. This reaction is a photochemical reaction. Okay, അവിടെ അതിലെന്താ സംഭവിക്കുന്നത്? ആദ്യം Cl will absorb H nu to form Cl dot. Okay, ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അതായത് Cl, that is chlorine molecule, is absorbing light. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോകെമിക്കൽ റിയാക്ഷനിൽ പല ജനറലി 2 ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഉണ്ട്. ആൻഡ് ദാറ്റ് 2 പ്രോസസ്സസ് ആണ് വി കോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രോസസ്സസ്. അതായത് രണ്ടും ഒന്നിച്ചാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദിസ് പ്രൈമറി പ്രോസസ്സ്? ഒരു പ്രൈമറി പ്രോസസ്സ് എന്ന് പറയുന്നത് ദ സ്റ്റെപ്പ് taking place as a consequence of actual absorption of radiation by atoms or molecule. അതായത് ഈ കേസിൽ നോക്കൂ, in this Cl2 absorbed light and form Cl 2Cl dot. Okay, ഈ first step. Okay, this step is my primary process. അതായത് നമ്മൾ ഡയറക്റ്റ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് നടക്കുന്നത്.
Now, നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ വി ലേൺഡ് അബൌട്ട് ദ ഫ്രാങ്ക് കോഡോൺ പ്രിൻസിപ്പിൾ അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു എക്സൈറ്റേഷൻ നടക്കുന്നത് എപ്പോഴും ഒരു വെർട്ടിക്കൽ ആരോ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്, അത് നമ്മൾ അബ്സോർപ്ഷൻ നടക്കുന്നത് ഇസ് അക്കോർഡിംഗ് ടു ദി ഫ്രാങ്ക് കോഡോൺ പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ there are 4 types. Okay, that I have actually drawn and kept here. Okay, so these are the 4, there are 4 types of നമ്മുടെ transition. Okay, so let me go on to discuss each one. Okay, but let me take the first type. ഈ ഫസ്റ്റ് ടൈപ്പിൽ നോക്കൂ, ആ ബ്ലാക്ക് ലൈൻ ഡിപ്പിക്സ് ദ absorption and going to the next excited. Pacha is the നമ്മുടെ പച്ച ഇതാണ് നമ്മുടെ excited state, your pink is the ground state, and ഈ black line actually shows you the transition. Okay, the solid line. So type 1 ൽ നോക്കൂ, transition causes the vibrational energy of the molecule in the upper excited state to exceed the maximum value. കണ്ടോ, ഇവിടുത്തെ മാക്സിമം വാല്യൂ ഇതാണ്. ഇതിൻ്റെ മീതെ ഗോ ഫോർ ഡിസോസിയേഷൻ, റൈറ്റ്? സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതാണ് ഇതിൻ്റെ ഡിസോസിയേഷൻ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് കേസ് ഇസ് ദാറ്റ് you will see that it is the transition, namla upper excited state is going above the maximum value. അപ്പോൾ പ്രൈമറി ഇങ്ങനത്തെ കേസിൽ വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ദർ വിൽ ബി ഡിസോസിയേഷൻ ഓഫ് ദ മോളിക്യൂൾ ഇൻ ദ ഫസ്റ്റ് ഓസിലേഷൻ ആഫ്റ്റർ അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ. അതായത് മോളിക്യൂൾ അബ്സോർബ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ദ മോളിക്യൂൾ വിൽ ഡിസോഷിയേറ്റ്. അതാണ് ഈ കേസ്. ഓക്കെ, നൗ സെക്കൻഡ് കേസ് നോക്കൂ. ഓക്കെ, അബ്സോർപ്ഷൻ ഇവിടെ എന്താ, ഇറ്റ് ഈസ് ഗോയിങ് മിയർലി ടു എ അപ്പർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്. ഇത് അപ്പർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ ഡിസോസിയേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബിലോ ഇറ്റ്, റൈറ്റ്? കണ്ടോ, ഇതല്ലേ നമ്മുടെ ഡിസോസിയേഷൻ, ഇതിൻ്റെ മീതെ പോകുമ്പോഴാണ് ഡിസോസിയേഷൻ വരിക. ഈ കേസിൽ നോ ഡിസോസിയേഷൻ ഓഫ് ദ മോളിക്യൂൾ ഒക്കേഴ്സ് ആഫ്റ്റർ absorption transition. Okay, അപ്പോൾ photo excitation of the molecule is the primary process here. Okay, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, വെറും absorption of a photon and ഒരു excited state ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. Now let me go to the third type. The third type is that the absorptive electronic transition is to a upper electronic state which is completely unstable. ഈ ഓറഞ്ച് ലൈൻ ഉദ്ദേശിക്കുന്ന ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ആൻഡ് അവിടെ വൈബ്രേഷണൽ ലെവൽസേ ഇല്ല. ഇത് വളരെ ഇതൊരു അൺകോമൺ സിറ്റുവേഷൻ ആണ് കേട്ടോ. വി ജസ്റ്റ് ടേക്ക് ദാറ്റ് ആസ് എ പോസിബിലിറ്റി. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദ പ്രൈമറി പ്രോസസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ വിൽ ഇൻവോൾവ് ഡിസോസിയേഷൻ ഓഫ് എ മോളിക്യൂൾ. ഇവിടെയും ഡിസോസിയേഷൻ നടക്കും. ഇവിടെയും ഡിസോസിയേഷൻ. ഇവിടെ ജസ്റ്റ് ഒരു ഇലക്ട്രോണിക്കലി എക്സൈറ്റഡ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. സോ ഹിയർ ഇവിടെ അപ്പർ സ്റ്റേറ്റ് ഇസ് ടോട്ടലി അൺസ്റ്റേബിൾ. അതാണ് ആ ഓറഞ്ച് ലൈൻ. ഓക്കെ, ആൻഡ് ബട്ട് ഇവൻ ഇറ്റ് ഈസ് unstable state. Even here dissociation നടക്കുന്നു. ഈ ടൈപ്പ് 4. ടൈപ്പ് 4ൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അബ്സോർപ്ഷൻ ഇസ് ഗോയിങ് ടു ഇറ്റ് എക്സൈറ്റ്സ് ദ മോളിക്യൂൾ ടു എ അപ്പർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്. കണ്ടോ, അപ്പർ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് എത്തി. അവിടെ തൊട്ടടുത്ത് ഒരു എന്താ പറയുക അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഈ ഓറഞ്ച് ലൈൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ ദർ ഇസ് എൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ക്ലോസ് ടു ഇറ്റ്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മുകളിലേക്ക് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ് വിൽ ഷിഫ്റ്റ് ടു ദി അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. ആ രണ്ട് കർവ് മീറ്റ് ചെയ്യണം. ആ ഒരു പൊസിഷനിലാവുമ്പോൾ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇറ്റ് വിൽ ഗോ ടു ദി അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. ആൻഡ് ഇതാണ് നമ്മൾ പ്രീ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്.
സോ പ്രൈമറി സ്റ്റേറ്റിൽ 4 സ്റ്റേറ്റ്സ് ആണ്, 4 ടൈപ്സ് ആണ് കാണുന്നത് ആ പ്രോസസ്സിൽ. ആൻഡ് കെമിക്കൽ 4 ടൈപ്സ് ഓഫ് ഫോട്ടോ കെമിക്കൽ primary processes in there, and that is according to our what is it called, Frank-Coron principle. Okay, so this is what we see. Now let's go to the secondary process. So what is the secondary process? Secondary process എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവേറ്റ് ചെയ്ത മോളിക്യൂൾ, ഓക്കെ, വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി പ്രോസസ് ഓഫ് എ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ മേ ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ സബ്സിക്വൻറ്റ് processes such as a thermal reaction which do not involve the absorption of light. ഓക്കെ, അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഞാനിപ്പോൾ let us take a typical reaction. ഓക്കെ, സോ ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫോട്ടോകെമിക്കൽ റിയാക്ഷനിൽ പ്രൈമറി പ്രോസസ്സ് ആദ്യം നടന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ സെക്കൻഡറി പ്രോസസ്സസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ജനറലി ഒരു ടോട്ടൽ റിയാക്ഷൻ വരുന്നത് ഫോട്ടോകെമിക്കൽ റിയാക്ഷനിൽ. നൗ യു ക്യാൻ സി, ലെറ്റ് മി ടേക്ക് ദ ടിപ്പിക്കൽ എക്സാമ്പിൾ. ഞാൻ ഇതിൻ്റെ മുമ്പ് എടുത്തത് തന്നെ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ വിച്ച് റിയാക്ട്സ് ഇൻ പ്രസൻസ് ഓഫ് HNu ടു ഫോം HCl. ഓക്കെ, സോ ഇതൊരു ചെയിൻ മെക്കാനിസം റിയാക്ഷൻ ആണ്, ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം ആണ്. അതിൽ ഇനീസിയേഷൻ സ്റ്റെപ്പ് Cl2 ഇസ് HNu ഗിവിങ് 2Cl ഡോട്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി പ്രോസസ്സ്. അതായത് ചെയിൻ ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പ് ഇസ് എ പ്രൈമറി പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പും ടെർമിനേഷനും ഉണ്ട്. അതിൽ നോക്കിക്കോളൂ, Cl ഡോട്ട് പ്ലസ് H2 giving HCl plus H dot. Our H dot can react with further chlorine molecules to form HCl plus Cl dot. ഇതാണ് എൻ്റെ chain propagation step, propagating steps. This is my chain initiation. Kineticsൽ ഇത് പഠിക്കുന്നുണ്ടാവും നിങ്ങൾ. Okay, and then finally നമുക്ക് ഇത് ടെർമിനേറ്റ് ചെയ്യണമല്ലോ, Cl dot plus Cl dot giving Cl2. This is my chain termination. Fine. So this is a typical example. അതിൽ you can see that ബാക്കിയുള്ളതൊക്കെ is my ഈ ഭാഗം ഒക്കെ എൻ്റെ സെക്കൻഡറി പ്രോസസ്സസ് ആണ്. Okay, so this is how we define primary and secondary process. Okay, with that I'll stop here, and in the next topic we'll discuss quantum yield. Thank you.